ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നോമ്പുകാലം നമ്മൾ വല്ലാതെ ആക്രമിക്കപ്പെടുന്ന, വല്ലാതെ പ്രലോഭിപ്പിക്കപ്പെടുന്ന കാലമാണ്. അക്ഷരാർത്ഥത്തിൽ തന്നെ നമുക്കറിയാം, എന്തൊക്കെയാണോ മാറ്റിവെച്ചത് അതിലോട്ടൊക്കെ മനസ്സ് വല്ലാതെ ചഞ്ചലപ്പെട്ടു പോകുന്ന ദിവസങ്ങൾ. സാത്താൻ നമ്മളിങ്ങനെ ആക്രമിക്കാൻ കാത്തിരിപ്പുണ്ട്. വചനം പറയുന്നത് പോലെ നിങ്ങളുടെ വാതിൽക്കൽ പതിയിരുന്നു കൊണ്ട് ആക്രമിക്കാൻ കാത്തിരിക്കുന്ന കാലമാണിത്. ഗ്ലാഡിയേറ്റർ എന്ന് പറയുന്ന മൂവിയിലെ ആ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ഡെവിൾ ഈസ് ഇൻ അറ്റാക്കിങ് യു ബിക്കോസ് യു ആർ വീക്ക് എന്ന് പറഞ്ഞ് തുടങ്ങുന്നൊരു ഡയലോഗുണ്ട്. സാത്താൻ നിങ്ങളെ ആക്രമിക്കുന്നത് നിങ്ങൾ ദുർബലരായതുകൊണ്ടല്ല, നേരെ മറിച്ച് ബിക്കോസ് യു ആർ എ ത്രെറ്റ്, നിങ്ങൾ അവനൊരു ഭീഷണി ആയതുകൊണ്ടാണ്. കർത്താവ് മരുഭൂമിയിലായിരിക്കുമ്പോൾ ഇവൻ പരീക്ഷിക്കാൻ ചെല്ലുന്നതിൻ്റെ കാരണം, അത്ഭുതങ്ങൾ ചെയ്യാൻ പറയുന്നതിൻ്റെ കാരണം, ഇവൻ സഹനത്തിൻ്റെ വഴിയിലൂടെ നടന്നു തുടങ്ങിയാൽ, കുരിശിൻ്റെ വഴിയിലൂടെ നടന്നു തുടങ്ങിയാൽ പിന്നെ തനിക്ക് നിലനിൽപ്പില്ല എന്നറിയാവുന്നതുകൊണ്ടാണ്. എപ്പോഴാണോ ക്രിസ്തുവിനെ കണക്ക് ചില മനുഷ്യർ ഈ കുരിശിൻ്റെ വഴി നടക്കാൻ തീരുമാനിക്കുന്നത്, നോമ്പിൻ്റെയും ഉപവാസത്തിൻ്റെയും ത്യാഗങ്ങളിലൂടെ തന്നെ ശക്തിയുള്ളവരാക്കി തീർക്കുന്നത്, അത് നരകത്തിന് വലിയ ഭീഷണിയാണെന്നറിയാവുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ പല പ്രലോഭനങ്ങൾ, പല ആക്രമണങ്ങൾ നേരിടേണ്ടി വരുന്നൊരു കാലം. എന്നാൽ ക്രിസ്തുവിനോട് കൂടെ ഈ കുരിശിൻ്റെ വഴി നടക്കാൻ തീരുമാനിച്ചുറപ്പിച്ച മനുഷ്യർക്ക് നരകത്തിൻ്റെ ആക്രമണങ്ങളെ ഭയപ്പെടേണ്ടതില്ലല്ലോ. അവസാനം നമ്മൾ കാണുന്നുണ്ട് ആ പിശാചിനെ ആട്ടിപ്പായിക്കുന്ന ക്രിസ്തുവിനെ. പിശാചിനെ ആട്ടിപ്പായിക്കാനും മാത്രം അധികാരവും കരുത്തുമുള്ളവരായി മാറിത്തീരാൻ ഈ ഒരു നോൻപ് കാലം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിനെ കണക്ക് നരകത്തിൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കാനും പിശാചിനെ വാക്കുകൊണ്ട് ആട്ടിപ്പായിക്കാനും കരുത്തുള്ളവരായി, ധൈര്യമുള്ളവരായി തീരാൻ ഈ ഒരു നോമ്പ് കാലം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.